ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മാതാപിതാക്കളെ, എൻ്റെ സ്നേഹമുള്ള കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പ്രിയ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണയും സ്നേഹവും കാണിച്ചു തരുന്ന ഒരു മനോഹര സംഭവമാണ്. ഒരു ചെറിയ ജൂതബാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സേവിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ആ കുട്ടിക്ക് അസുഖമായി. അവൻ കിടപ്പിലാണെന്ന വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു. അത് കേട്ട ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമുക്ക് അവനെ സന്ദർശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയുടെ വീട്ടിലെത്തി അവൻ്റെ അരികിൽ ഇരുന്നു. സ്നേഹത്തോടെ ആരോഗ്യ വിവരങ്ങൾ ചോദിച്ചു. ആ കുട്ടിക്ക് വലിയ സന്തോഷമായി. കാരണം ലോകത്തിലെ ഏറ്റവും മഹാനായ മനുഷ്യൻ തന്നെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സ്നേഹത്തോടെ അവനോട് അല്ലാഹുവിനെ കുറിച്ച് സത്യവിശ്വാസത്തെ കുറിച്ചും സംസാരിച്ചു. കുട്ടി തൻ്റെ പിതാവിനെ നോക്കി. പിതാവ് പറഞ്ഞു, മുഹമ്മദ് പറയുന്നത് അനുസരിക്കൂ. അങ്ങനെ ആ കുട്ടി ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷത്തോടെ പുറത്തു വന്നു കൊണ്ട് അല്ലാഹുവിനെ സ്തുതിച്ചു. പ്രിയ കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? രോഗികളെ സന്ദർശിക്കുന്നത് വളരെ വലിയ പുണ്യമാണ്. മതമോ നിറമോ ഭാഷയോ നോക്കാതെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. നല്ല വാക്കുകളും നല്ല സ്വഭാവവും മനുഷ്യരുടെ ഹൃദയം കീഴടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണയാണ് ലോകത്തെ മാറ്റിമറിച്ചത്. നമുക്കും രോഗികളെ സന്ദർശിക്കാം. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിന്തുടരാം. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിതത്തിൽ പാലിക്കുന്ന നല്ല മക്കളായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.